ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെ തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. സമാന്തര സുവിശേഷങ്ങളിൽ 3-ലും നമ്മൾ ഈ അത്ഭുതം കാണുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ബർത്തിമേയൂസ് എന്ന് ഈ അന്ധയാചകന് പേര് നൽകപ്പെട്ടിരിക്കുന്നു. അന്ധയാചകൻ അയാൾ മനസ്സുകൊണ്ട് യേശു എന്നുള്ള ആ വലിയ പ്രവാചകനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. യേശുവിനെപ്പറ്റി അയാൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനക്കൂട്ടം കടന്നു പോകുന്ന വലിയ ശബ്ദം കേൾക്കുന്നത്. അയാൾ അന്വേഷിക്കുകയാണ്, എന്താണ് നടക്കുന്നത്, എന്താണ് സംഭവം. യേശു എന്ന വലിയ പ്രവാചകൻ കടന്നു പോകുന്നു എന്നുള്ള ആ ഒരു വാർത്തയാണ് മനുഷ്യന് കിട്ടുന്നത്. ഈ സുവിശേഷം വായിക്കുമ്പോൾ ഈ അന്ധയാചകൻ്റെ വലിയ മാതൃകയാണ് നമ്മുടെ കൺമുമ്പിൽ വരിക. ഒന്നാമത് അയാളുടെ ആഴമായ വിശ്വാസമാണ്. ആ വിശ്വാസം എപ്പോഴും ധീരതയോടെ യേശുവിനെ പ്രഖ്യാപിക്കുന്ന വിശ്വാസമാണ്. പലരും അവനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോഴവർ വിചാരിക്കുന്നത് യേശുവിനിതൊരു ശല്യമാകും ഇയാൾ എന്ന് കരുതുന്നതുകൊണ്ടാകാം. വേറെ ചിലർ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടിയിട്ടുള്ള മനുഷ്യൻ, അവൻ്റെ അന്ധത ശിക്ഷയായിട്ടാണ് അവർ കാണുക. ആ മനുഷ്യന് ഈ വലിയ പ്രവാചകനോട് സംസാരിക്കാൻ എന്ത് കാര്യം എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് ഈ അന്ധൻ തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്. അവന് വലിയ ബോധ്യമുണ്ട്. ഒരുപക്ഷെ അവൻ ചോദിച്ചറിഞ്ഞിട്ടുള്ളതാകാം, അല്ലെങ്കിൽ അവൻ തന്നെ വിശ്വാസത്തിൽ വളർന്നിട്ടുള്ള ബോധ്യമാകാം. ഇത് വെറുമൊരു പ്രവാചകനല്ല, ദാവീദിൻ്റെ പുത്രനാണ്. അതുകൊണ്ട് അവൻ്റെ തീക്ഷ്ണമായ ബോധ്യത്തിൽ നിന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്. ബൈബിളിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന, യേശുവേ ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശുവിൻ്റെ ശബ്ദത്തിലേക്കുള്ള അവൻ്റെ വഴി അടച്ചു കളയാനായിട്ട് മറ്റുള്ളവരൊക്കെ പരിശ്രമിക്കുമ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട്, ഇത് യേശുവാണ്, രക്ഷകനാണ്, തനിക്ക് സൗഖ്യം നൽകാൻ കഴിവുള്ളവനാണ്. യേശുവിനെ തിരിച്ചറിയുന്ന യഥാർത്ഥത്തിൽ ഒരേ ഒരാൾ ആ അന്ധനാണ്. അവൻ്റെ അന്ധതയിൽ അവൻ യേശുവിനെ തിരിച്ചറിയുന്നു. മറ്റുള്ളവർക്ക് യേശുവിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. യേശു കടന്നു പോകുന്ന നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ നിമിഷം മനസ്സിലാക്കുവാൻ അവൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ യാചകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവൻ്റെ വിശ്വാസം എത്രമാത്രം ആഴമുള്ളതാണ് എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. നമ്മുടെ വിശ്വാസവും ഒരുപക്ഷെ മറ്റുള്ളവരുടെ പ്രോത്സാഹനമോ മറ്റുള്ളവരുടെ നിരുത്സാഹപ്പെടുത്തലോ ഒന്നുമല്ല നമ്മുടെ വിശ്വാസത്തിനും യേശുവിനെ പ്രഘോഷിക്കുന്നതിനും അടിത്തറയാകേണ്ടത്. അത് യേശു നിൻ്റെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്ന നിമിഷങ്ങളെ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് നിന്നിൽ ഉണർത്തേണ്ടത്. അങ്ങനെ ആഴമായ വിശ്വാസത്തിലേക്ക് കടക്കാൻ നിനക്ക് സാധിക്കണം. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക ഈ അന്ധയാചകൻ്റെ ഉൾക്കാഴ്ചയാണ്. അവൻ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. അവനറിയാം ഇനി ഭിക്ഷയാചിക്കാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ കുറച്ചുകൂടി എളുപ്പമുള്ള പരിപാടിയാണ്, മറ്റുള്ളവരുടെ സഹായങ്ങൾ കിട്ടും. പക്ഷേ കിട്ടാൻ പോകുന്ന നാണയത്തുട്ടുകൾ വേണ്ട എന്ന് വയ്ക്കാൻ ഈ മനുഷ്യന് സാധിക്കുന്നുണ്ട്. കാരണം എന്തോ വലിയ കാര്യങ്ങൾ യേശു എന്ന് പറയുന്ന രക്ഷകൻ എനിക്ക് നൽകും എന്ന് ഈ മനുഷ്യന് ബോധ്യമുണ്ട്. ലോകത്തിൽ നൽകാൻ സാധിക്കുന്നത് പണമാണ്, സൗകര്യങ്ങളാണ്, അല്ലെങ്കിൽ ചില കടന്നു പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ യഥാർത്ഥ സൗഖ്യം, രക്ഷ നൽകാൻ സാധിക്കുക യേശുവിന് മാത്രമാണ് എന്നുള്ള ബോധ്യം ഇയാൾക്കുണ്ട്. അയാളുടെ ആ വലിയ ഉൾക്കാഴ്ച, ആ വലിയ പ്രകാശം നമ്മളത് കണ്ടു പഠിക്കേണ്ടതാണ്. ചിലതൊക്കെ മാറ്റിവെച്ചാലേ
യേശുവിലേക്ക് കടന്നു വരാൻ സാധിക്കൂ, യേശുവിൻ്റെ പ്രകാശം സ്വന്തമാക്കാൻ സാധിക്കൂ എന്നുള്ള ഉൾക്കാഴ്ച നമ്മിൽ നിറയണം. മൂന്നാം നമ്മൾ ചിന്തിക്കുക ഈ അന്ധയാചകൻ്റെ നിരന്തരമായ പ്രാർത്ഥനയാണ്, തീക്ഷ്ണമായ പ്രാർത്ഥന. സെൻറ്റ് അഗസ്റ്റിൻ ഈ ബൈബിൾ ഭാഗത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പ്രകാരമാണ് പറയുന്നത്: കേൾക്കപ്പെടാൻ വേണ്ടി നിരന്തരമായി കരയുന്നവർക്ക് കർത്താവിൻ്റെ കരുണ ലഭിക്കും. 38-ാം പ്രഭാഷണത്തിൽ സെർമണിൽ വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരമാണ് പറയുന്നത്: നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ അത് കർത്താവിൻ്റെ കരുണയുള്ള പ്രത്യുത്തരം ഉളവാക്കുമെന്നാണ് സെൻറ്റ് അഗസ്റ്റിൻ പറയുന്നത്. അപ്പോൾ നമ്മളുടെ കരുണ, നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരുണ നമ്മിൽ പതിയുന്നതിന്, ചൊരിയുന്നതിനിടയാക്കും എന്നുള്ള വലിയ സത്യം കൂടി ഈ യാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കണ്ണീരും ദൈവസന്നിധിയിൽ നിഷ്ഫലമാകില്ല എന്നുള്ള വലിയ ബോധ്യം നമ്മളെ നയിക്കണം. നമ്മുടെ ക്ലേശങ്ങളിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ, നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾ ഒരിക്കലും ഫലശൂന്യമാവുകയില്ല. അതിനെല്ലാത്തിനും ദൈവത്തിൻ്റെ പക്കൽ ഉത്തരമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിരന്തരമായി പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ ലേഖനം പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ്. സഹനങ്ങൾക്ക് മധ്യേ വിശ്വാസം മുറുകെ പിടിക്കാൻ ശ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. വിശ്വാസത്തിന് എതിർസാക്ഷ്യം നൽകുന്നവരുടെ എണ്ണം പെരുകുമ്പോൾ വിശ്വാസത്തിൽ സ്ഥിരചിത്തരായിരിക്കാൻ ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പഴയ നിയമ വായന നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ക്ലേശങ്ങളുടെ മധ്യേ ഈജിപ്തിൽ നിന്ന് ദൈവം ഇസ്രായേൽക്കാരെ കൊണ്ടുവന്നത് യഹൂദന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. ആ വിശ്വാസമെന്നും ഏറ്റുപറയാൻ കടമയുണ്ട് എന്ന് ഈ പഴയ നിയമഭാഗം ഇസ്രായേൽ മക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷം വായിച്ച് ധ്യാനിക്കുമ്പോൾ അന്ധയാചകൻ്റെ വിശ്വാസവും ഉൾക്കാഴ്ചയും അവൻ നിരന്തരമായ പ്രാർത്ഥനയും നമുക്ക് ധ്യാന വിഷയമാക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.